ഈ ഡ്രഗ്സിനെയും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും രൂപം നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ യോഗത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തന്നെ മാറ്റം വരുത്തും. അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ രീതി മാറ്റും. കൂടുതൽ ശാസ്ത്രീയമായ നിലയിൽ ഇത് കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവും. അതുപോലെ പോലീസ് ഡോഗ്സ് സാധാരണഗതി ടെററിസത്തെ കൗണ്ടർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അവർക്ക് ഈ നർക്കോട്ടിക് കണ്ടെത്താനുള്ള പരിശീലനം കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ തലങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വളരെ വിജിലൻ്റായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 3 ഘട്ടമാണ്. ഒന്ന്, ഡയറക്റ്റായിട്ട് ഇത് പിടിക്കുക എന്നുള്ളത്, ക്രൈമായി കണ്ടുകൊണ്ട് കേരള പോലീസ് തന്നെ മുൻകൈയെടുത്ത് തുഫാൻ സ്ട്രൈക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും തുഫാൻ സ്ട്രൈക്സ് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് തുഫാൻ വാരിയേഴ്സ്. ഇന്നലെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ തൂഫാൻ വാരിയറായി ഇന്നലെ ചേർന്നിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ച് ഇന്നലെ അദ്ദേഹം തൂഫാൻ വാരിയറായി ചേർന്നിട്ടുണ്ട്. തൂഫാൻ വാരിയറിൽ ഒരാളായി അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലമായി ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നോട് വിശ്വശാന്തി എന്ന പേരിൽ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേര് ചേർത്ത വിശ്വശാന്തി എന്ന ഒരു പ്രോജക്റ്റ് 3 വർഷമായി അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റുമായി പരിപൂർണമായും സഹായിക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനും കോർഡിനേറ്റർ ശ്രീ വിമല ആദിത്യയും അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. അതുപോലെ ധാരാളം സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ വ്യക്തികളും ഒക്കെ തൂഫാൻ വാരിയേഴ്സായി ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കും തൂഫാൻ വാരിയേഴ്സായിട്ട് ചേരാവുന്നതാണ്. ഞാൻ നിങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ തൂഫാൻ കെയർ അടുത്തത് 3 സ്റ്റേജാണ്. തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയേഴ്സ് ആൻഡ് തൂഫാൻ കെയർ. തൂഫാൻ കെയർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവർ, അഡിക്റ്റായി മാറിയവർ, വിഡ്രോവൽ സിംഡ്രം ഉള്ളവർ, ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനുമുള്ള സ്കീം. അങ്ങനെ 3 തരത്തിലാണ് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വിജയകരമായ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും. ഇപ്പോഴ് നമ്മൾ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഈ മരണത്തിൻ്റെ വ്യാപാരികൾ ഇപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ സെല്ലിംഗ് അല്പം കുറച്ചിട്ടുണ്ട്. കേരള പോലീസ് വിഡ്രോ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്യാന്നുള്ള ധാരണയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. We are not going to stop this operation. We will continue with this operation so that the Kerala will be free from narcotic drugs and അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 26-ാം തീയതി കേരളത്തിൽ ആൻറ്റി നർക്കോട്ടിക് ഡേ ആണ്. വേൾഡ് ആൻറ്റി നർക്കോട്ടിക് ഡേ ആണ്. അന്ന് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ഇത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.